റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരർത്ഥത്തിൽ റഷ്യയും US തമ്മിലുള്ള യുദ്ധമാണ്. പൊതുവെ ദുർബല രാജ്യമായ യുക്രൈൻ വർഷങ്ങളോളം മഹാശക്തിയായ റഷ്യയോട് അടിച്ചു നിന്നത് US ഉൾപ്പെടെയുള്ള റഷ്യയോട് വിരോധമുള്ള രാജ്യങ്ങളുടെ പിന്തുണയിലാണ്. ജോ ബൈഡൻ്റെ ഭരണത്തിൽ US യുക്രൈനെ കൈയയച്ച് സഹായിച്ചു. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ അതിന് മാറ്റമുണ്ടായി. എന്നാൽ നിലപാട് മാറ്റാൻ സെക്കൻഡുകൾ പോലും വേണ്ടാത്ത ട്രംപ് ഒടുവിൽ യുക്രൈനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും റഷ്യയുടെ സുഹൃത്രാജ്യമായ ഇറാനെതിരെയാണ് US യുദ്ധം ചെയ്തത്. അങ്ങനെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി USഉം റഷ്യയും ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോഴിതാ USഉം റഷ്യയും പരസ്പരം നേരിട്ട് കൊമ്പ് കോർക്കുന്നു. കഴിഞ്ഞ ദിവസം റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ് ഒരു പ്രസ്താവന നടത്തി. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് മെദ്വദേവ് പറഞ്ഞത്. പിന്നാലെ US അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനാണ് മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ്. ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്നും മെദ്വദേവ് പറഞ്ഞിരുന്നു. റഷ്യ ഇറാനോ ഇസ്രായേലോ അല്ലെന്ന് ട്രംപ് ഓർക്കണമെന്നും മെദ്വദേവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെദ്വദേവിന് മറുപടിയുമായി പിന്നാലെ ട്രംപ് നേരിട്ടെത്തി. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മെദ്വദേവിനെ ട്രംപ് ഓർമ്മിപ്പിച്ചു. വാക്കുകൾ ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. 2 ആഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കരുതെന്ന് മെദ്വദേവ് ട്രംപിന് മറുപടി നൽകി. ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും മെദ്വദേവ് തുറന്നടിച്ചു. പരാജിതനായ പ്രസിഡന്റായിരുന്നു മെദ്വദേവ് എന്ന് ട്രംപ് വിമർശിച്ചു. അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നത്. അയാൾ ഇപ്പോഴും റഷ്യയുടെ പ്രസിഡന്റാണെന്നാണ് വിചാരിക്കുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ട്രംപ് ഇന്ത്യയെയും വിമർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും അവരുടെ മരിച്ച സമ്പദ്വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിൻ്റെ വിമർശനം. ഇന്ത്യക്കെതിരെ 25% തീരുവ ചുമത്തി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമെതിരായി ട്രംപിൻ്റെ പരസ്യ വിമർശനം. അതിനിടെ ആശങ്കയുയർത്തുന്ന മറ്റൊരു നീക്കവും US നടത്തി. റഷ്യയുടെ അടുത്തായി 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ഇതോടെയാണ് വാക്പോര് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക ഉയർന്നത്.